കെ.പി.സി.സിയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ആചരിക്കുന്നത്. ചരമവാർഷിക ചടങ്ങുകളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ടോബി ജോൺസൺ ചേരുന്നുണ്ട് പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി. ടോബി, നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തും ഇന്ന് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി എത്തുന്നു. എവിടെയെല്ലാമാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്? എന്തെല്ലാം പരിപാടികളാണ് ഇന്നുണ്ടാവുക? സ്മിത, ഉന്മേഷ്, തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കൃത്യം 6:30 തന്നെ ചാണ്ടി ഉമ്മനും കുടുംബവും ഇവിടെ എത്തി പ്രാർത്ഥനകൾ നടത്തും. ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം വിശുദ്ധ കുർബാനയുണ്ട്. അത് പുതുപ്പള്ളി പള്ളിയിലാണ് നടക്കുന്നത്. അതിനുശേഷമാണ് ഏകദേശം 9:15 ഇവിടേക്ക് രാഹുൽ ഗാന്ധി എത്തും. രാഹുൽ ഗാന്ധി എത്തി ഈ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാണ് ഇതിന് തൊട്ടു മുന്നിൽ, ഈ പള്ളിയുടെ തൊട്ടു മുന്നിൽ ഒരുക്കിയിട്ടുള്ള പന്തലിലെത്തി അവിടെ പൊതുസമ്മേളനം, അനുസ്മരണ സമ്മേളനം നടക്കും. ആ പരിപാടിയിൽ കെ.പി.സി.സിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള ചടങ്ങുകൾ, പരിപാടികൾ തന്നെയാണ്, അനുസ്മരണ യോഗം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കല്ലറ അവസാനത്തെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ രാവിലെ നമ്മളിവിടെ ഏകദേശം ഒരു 5:30 എത്തിയതാണ്. ആ സമയത്ത് തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 2 വർഷമായിരിക്കുന്നു, എന്നിട്ടും ഈ കല്ലറയിലേക്കുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് അത് നിലച്ചിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ, നിരവധി പേർ ഇവിടേക്ക് രാവിലെ തന്നെ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കുന്ന, അദ്ദേഹത്തിന് ഓർത്തെടുക്കുന്ന ദിവസമാണ്. എവിടുന്നാണ് ചേട്ടാ വരുന്നത്? കൊല്ലം ചവറ. ഇന്ന് രാവിലെ പോകുന്നതാണോ? വെളുപ്പിലെ 4:30 എത്തി. ഇവിടെ എത്തി 4:30 ഇവിടെ എത്തി. വേറെ ആരൊക്കെ വന്നിട്ടുണ്ടോ? ഒരുപാട് ഞങ്ങൾ 4 പേര്. ഇതിപ്പോൾ കൊല്ലത്തുനിന്ന് വന്നൊരു വ്യക്തിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ പുലർച്ചെ തന്നെ ഇവിടെ എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അവരുടെ സ്നേഹം കാണിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനമായി രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ്, ചാണ്ടി ഉമ്മൻ്റെ കുടുംബം വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ പുഷ്പാർച്ചന നടത്തും. അതിനു മുൻപ് ഈ കല്ലറ ഒരുക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യം 6:30 തന്നെ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങളും എല്ലാം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് പരിപാടികളിലേക്ക്, ചടങ്ങുകളിലേക്ക് കടക്കുക. 9:30 രാഹുൽ ഗാന്ധി കല്ലറയിലേക്ക് എത്തും. സ്മിത, ഉന്മേഷ്. ടോബി ജോൺസണാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടോബി, രാവിലെ മുതൽ തന്നെ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അത് അസാധാരണമായ ഒരു കാഴ്ചയല്ല, അത് മിക്ക ദിവസങ്ങളിലും അവിടെ ഉള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ ഏതൊക്കെ നേതാക്കൾ ഇന്ന് അവിടേക്ക് എത്തുന്നുണ്ട്? മറ്റ് വിവരങ്ങൾ കൂടി ടോബി. തീർച്ചയായിട്ടും ഇതൊരു അസാധാരണമായിട്ടുള്ള കാഴ്ചയല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി ആളുകൾ രാവിലെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് കെ.പി.സി.സി നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം എ.ഐ.സി.സി അംഗങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും തന്നെ ഈ വേദിയിലും അതുപോലെ തന്നെ ഇവിടെയും എത്തി പുഷ്പാർച്ചന നടത്തും. കല്ലറയിലും എത്തി പുഷ്പാർച്ചന നടത്തും. അതുപോലെ തന്നെ വേദിയിൽ നടക്കുന്ന തൊട്ട് മുന്നിൽ, ഈ പുതുപ്പള്ളി പള്ളിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു വലിയൊരു പന്തലാണ്. ആ പന്തലിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ വിപുലമായിട്ടാണ്, കഴിഞ്ഞ തവണ നടത്തിയതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതലയുള്ള നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, ഇവരെല്ലാം തന്നെ ഇന്നത്തെ ചടങ്ങിലേക്ക് എത്തുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ നമ്മൾ പല ആളുകളെയും, ദേശീയ നേതൃത്വത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ നമ്മളിവിടെ കണ്ടിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഇന്നും കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 9:30 തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തി ഈ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം ഈ അനുസ്മരണ ചടങ്ങിലേക്ക് കടക്കും. സ്മിത, ഉന്മേഷ്. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.